म्यूजिक धमाका। Only on Radio Media Village. പഴയ പാട്ടുകൾ നമുക്ക് ഇപ്പോഴും കേൾക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓൾഡ് മലയാളം സോങ്ങിലേക്കാണ് നമ്മൾ വരുന്നത്. ഓൾഡ് മലയാളം സോങ്ങിൽ ഇപ്പോൾ പാടാനായിട്ട് എത്തുന്നത് അജയ് അഗസ്റ്റിൻ. അജയ്, ഒരിക്കൽ കൂടി സ്വാഗതം. ഓൾഡ് മലയാളമാണ്. ഓൾഡ് മലയാളം പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കാറുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? പിന്നെ പഴയ പാട്ടുകൾക്കാണ് ഇപ്പോഴും വാല്യൂ ഉള്ളത്. അപ്പോൾ ഇപ്പോഴും അതാണ് വിശ്വസിക്കുന്നത്. അതെ അതെ, അത് തന്നെയാണ് സത്യം. സത്യം അത് തന്നെയാണ്, ശരിയാണ് കേട്ടോ. എന്തായാലും ഓൾഡ് മലയാളം റൗണ്ടിൽ ഏത് പാട്ടാണ് എടുത്തിരിക്കുന്നത്? ഞാൻ ഉള്ളടക്കം സിനിമയിലെ അന്തിവയിൽ പൊന്നുരുകും. വാവ്, ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. സോ അജയ് അഗസ്റ്റിനാണ് നമുക്ക് ഓൾഡ് മലയാളം സോങ്ങുമായിട്ട് കേൾക്കാം. La 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 അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജനത്താഴ്വരയിൽ കണിമഞ്ഞുമൂടുമീ നവരംഗസന്ധ്യയിൽ അരികേവാൻ മധുചന്ദ്രബിംബമേ. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജനത്താഴ്വരയിൽ കാറ്റിൻ ചെപ്പുകിലുങ്ങി ദലമർമരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ. കാറ്റിൻ ചെപ്പുകിലുങ്ങി ദലമർമരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ. പനിനീർക്കിനാക്കളിൽ പ്രണയാങ്കുരം ഇതു നമ്മൾ ചേരും സുഗന്ധതീരം. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജനത്താഴ്വരയിൽ. വർണ്ണപതംഗം തേടും മൃദു യൗവനങ്ങളിൽ അനുഭൂതിയേകും പ്രിയ സംഗമം. വർണ്ണപതംഗം തേടും മൃദു യൗവനങ്ങളിൽ അനുഭൂതിയേകും പ്രിയ സംഗമം. കൗമാരമന്ദിരി തളിർവാടിയിൽ കുളിരാർന്നുവല്ലോ വസന്തരാഗം. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജനത്താഴ്വരയിൽ കണിമഞ്ഞുമൂടുമീ നവരംഗസന്ധ്യയിൽ അരികേവാൻ മധുചന്ദ്രബിംബമേ. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജനത്താഴ്വരയിൽ. അജയ്, അഞ്ജന താഴ്വരയിൽ അല്ലേ? പാട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് തോന്നി?
കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ലെന്ന് തോന്നി. നേരെ നമുക്ക് ജഡ്ജസിലേക്ക് പോവാം. ജിജിൻ സാർ. ഓക്കെ, അജയ്, അജയ്ക്ക് ഈ പാട്ടിന് ഇച്ചിരി കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അല്ലേ? ഈ പാട്ട് പാടാൻ ഇച്ചിരി ഒരു പാട്ട് താല്പര്യമുള്ള പാട്ടാണ്. സ്റ്റേജ് പാടിയിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് പാട്ടിൽ നമുക്ക് കാണാനുണ്ടായിരുന്നു. ഇച്ചിരി ഒരു ഗ്രിപ്പ് ഉണ്ടായിരുന്നു ഈ പാട്ട് പാടിയപ്പം. പാട്ട് ഇഷ്ടമാണ് അല്ലേ? സബിജ് സാറിൻ്റെ പാട്ടാണ്. വളരെ വളരെ നന്നായിട്ട് തന്നെ പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്പം കൂടെ ഒക്കെ ഒന്ന് ഭംഗിയാക്കാൻ വേണമെങ്കിൽ അല്ലേ? ചെറിയ എൻഡിങ് പോർഷനൊക്കെ, വരികളുടെ എൻഡൊക്കെ ഒന്നുകൂടെ ചെത്തി മിനുക്കി എടുക്കുകയാണെങ്കിൽ നന്നാക്കി എടുക്കാം. ഏതായാലും വളരെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. താങ്ക് യു. ആന്റണി സാർ. അജയ്, എന്തോ പാട്ട് പാടുമ്പോഴേ കുറച്ചൊന്ന് പ്ലസന്റ് ആവാം കേട്ടോ. അജയ് ഭയങ്കര ടെൻഷനിലാണ് അല്ലേ? ഓൾറെഡി അന്തിവയിൽ നല്ല ഒരു വാക്കുകളൊക്കെ പറയുമ്പോഴേ ഇച്ചിരി ഒന്ന് എക്സ്പ്രഷൻ കൊടുത്തു. ടെൻഷൻ വേണ്ട കേട്ടോ. എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇച്ചിരി പ്ലസന്റ് ആയിട്ട് പോസിറ്റീവായിട്ടൊക്കെ ഒന്ന് പാടുക കേട്ടോ. ഭയങ്കര എനിക്ക് ഇങ്ങനെ വിഷമിച്ച് പാടുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല. സാറ് പറഞ്ഞതുപോലെ, ജിജൻ സാറ് പറഞ്ഞതുപോലെ മറ്റേ പാട്ടിന് സെമി ക്ലാസിക്കൽ പാടിയതിന് അന്ന് പാടിയതിന് കാട്ടിലും കുറച്ചുകൂടെ നല്ല ബെറ്ററായിട്ട് പാടിയിട്ടുണ്ട്. കുറച്ചുകൂടെ സേഫ് സോണാണ് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പിച്ചിങ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ പാട്ട് പക്ഷേ മറ്റേ പാട്ടിലും ഫാർ ബെറ്റർ ആയിരുന്നു. ഓക്കെ, ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഓക്കെ സാർ. അപ്പം അജയുടെ 2 പാട്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ഒരു വേദിയിലെത്തി സെമി ഫൈനൽ റൗണ്ടിലേക്ക് എത്തിച്ചേർന്നപ്പോഴത്തേക്ക് എന്താണ് തോന്നിയത് മനസ്സിൽ? ഇവിടം വരെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്തായാലും ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനൊരു വേദിയിൽ ഇതുപോലെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫ്ലോറിലും ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ വേറൊരു ആവശ്യത്തിന് ഇവിടെ വന്നതാണ് ചങ്ങനാശ്ശേരിയിൽ. എവിടെ? ഫസ്റ്റ് റൗണ്ടിൽ ഓഡിഷൻ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇതുപോലെ ഇവിടെ ഒരു ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ അറിഞ്ഞത് ഈ പാട്ട് മത്സരമുണ്ട്. ഷോർട്ട് ഫിലിമിലേക്കൊക്കെ പാടാൻ വേണ്ടി ആൾക്കാരൊക്കെ എടുക്കുമല്ലോ, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഹമ്മിങ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ആണെന്ന് എന്നോട് പറഞ്ഞത്. ഇവിടുന്ന് പിന്നെ ട്രാക്കൊക്കെ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ അയച്ചും കൊടുത്തു. അതിന് ശേഷമാണ് ഇവർ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഓഡീഷനാണ്, മത്സരമാണെന്നൊക്കെ പിന്നെയാണ്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു മത്സരത്തിൽ സെമി ഫൈനൽ വരെ വന്ന് നിൽക്കുകയാണ്. ഇനിയും ചിലപ്പോൾ അങ്ങോട്ട് മുന്നോട്ടുള്ള യാത്രയിലും നമ്മളോടൊപ്പം ഉണ്ടായിത്തീരണമെന്ന് നമ്മൾ വളരെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. എന്തൊക്കെ പറഞ്ഞാലും പാട്ട് ഇനിയിപ്പോൾ കൂടെ കൊണ്ടുപോകണം. പാട്ട് ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരാനുള്ള വലിയ ടാലന്റ് നിങ്ങൾക്കുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവിധ ആശംസകളും അജയ്ക്ക് നേരുകയാണ് കേട്ടോ. സോ താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇപ്പോൾ ഓൾഡ് മലയാളം റൗണ്ടിൽ അജയ് ആണ് പാടി കഴിഞ്ഞത്. അജയ് അടിപൊളിയായിട്ട് പാടി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഗായകരിലേക്ക് പോവാം. സോ താങ്ക് യു വെരി മച്ച്.